5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ സെൻട്രൽ ടാക്സ് പൂളിൽ നിന്ന് നമുക്ക് 2.5 പൂജ്യമാണ് 14ാം ധനകാര്യ കമ്മീഷനിൽ കിട്ടിയത്. അത് 1.93% പോയി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഈ സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറഞ്ഞാൽ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഡയറക്റ്റ് ടാക്സസും ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് കളക്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പേഴ്സണൽ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 പ്രധാനപ്പെട്ട വരുമാനങ്ങളാണ് സെൻട്രൽ ടാക്സ് പൂളിൽ വരിക. ആ 4 പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കണം, പൊതുവെ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഒരു രാജ്യത്തെ ഫെഡറൽ സംവിധാനം, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ 63% റവന്യൂ കേന്ദ്ര ഗവൺമെൻറ്റാണ് സംഭരിക്കുന്നത്. 37% സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ചെലവുകൾ നേരെ തിരിച്ചുമാണ് വരാറുള്ളത്. അത്തരം ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സെൻട്രൽ പൂൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ സെൻട്രൽ പൂളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം കുറയുന്നു എന്ന് പറഞ്ഞാൽ അവരിൽ കടഭാരം വർദ്ധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല, ഇനി 2 കാരണങ്ങളും കൂടിയുണ്ട്. സാധാരണ സെസ്, സർചാർജ് എന്നും പറഞ്ഞ് 2 കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സെസ് എന്ന് പറയുന്നത്? ടാക്സാണ്, അതും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വരുന്ന ടാക്സാണ്. ഇനി സർചാർജ് എന്ന് പറയുന്നതും ടാക്സ് ഓൺ ടാക്സ്. അതിന് രണ്ടിനെയും ടാക്സ് ഓൺ ടാക്സ്, നികുതിക്ക് മേൽ നികുതി, ഓരോ പ്രത്യേക പർപ്പസ് വെച്ചാണ് സെസ്സും സർചാർജും കൊണ്ടുവരുന്നത്. അപ്പം ഈ 2018 വരെയുള്ള, അതായത് 2014-15 ആദ്യത്തെ BJP ഗവൺമെൻറ് വരുന്നത്. ആ BJP ഗവൺമെൻറ് വരുന്നതിന് മുൻപുള്ള കാലത്തെ ആകെപ്പാടെ സെസ് പിരിച്ചിരുന്നത്, സെസ്സും സർചാർജുമായിട്ട് പിരിച്ചിരുന്ന തുക എന്ന് പറയുന്നത് 2,18,553 കോടി മാത്രമായിരുന്നു. അത് 2018 എമൗണ്ടായി പറഞ്ഞത് 2,18,553 കോടി രൂപ. അതേ സമയത്ത് 2023 ആയപ്പോഴേക്കും ഇത് വർദ്ധിച്ചത് എത്ര മാത്രമാണ്? 5,10,549 കോടി രൂപയായിട്ട് അത് വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ 133% വർധനവ്. അപ്പം സെൻട്രൽ പൂളിൽ വരേണ്ടതാണ് ഈ എമൗണ്ട്. സെൻട്രൽ പൂളിൽ വരേണ്ട എമൗണ്ടിനെ കേന്ദ്ര ഗവൺമെൻറ് ആവാഹിച്ചെടുക്കുന്നു സെസ്സും സർചാർജുമായിട്ട്. അപ്പോഴും ആരെയാണ് അത് ബാധിക്കുക? സംസ്ഥാനങ്ങളെയാണ്. സെൻട്രൽ പൂളിലെ എമൗണ്ട് കുറഞ്ഞു. സെൻട്രൽ പൂളിലെ എമൗണ്ട് കുറയുമ്പോൾ സെൻട്രൽ പൂളിൽ നിന്ന് കിട്ടേണ്ട പങ്കും കുറയും. അങ്ങനെയാണ് വേറൊരു തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രഹരം പ്രതിരോധത്തിലാക്കൽ തുടങ്ങും. ഇനി ഒന്നോടെ പറഞ്ഞോട്ടെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും കൂടി പങ്കിട്ട് നടത്തുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി, 10% മാത്രം ചെലവുകളെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഭരിക്കും. ഇത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2005 കൊണ്ടുവന്നതാണ്. അത് 90:10 എന്ന് വെച്ചാൽ 90% കേന്ദ്രം വഹിക്കുന്നു, 10% മാത്രം സംസ്ഥാനങ്ങൾ. ഇതുപോലെ 66 പ്രോഗ്രാംസ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് പങ്കിടുന്നത്. അതിലെ ഒട്ടുമിക്കതിൻ്റെയും 60:40, 75:25, 80:20 ഈ തരത്തിൽ ഒക്കെ സംസ്ഥാനങ്ങൾക്ക് ഫേവറബിൾ. സംസ്ഥാനങ്ങളുടെ പങ്ക് വളരെ കുറവ്, കേന്ദ്രത്തിൻ്റെ പങ്ക് വളരെ കൂടുതൽ ഈ തരത്തിലായിരുന്നു. മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം എന്തു ചെയ്തു? എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അപ്പോഴും സംസ്ഥാനങ്ങളെ ധനപ്രതിസന്ധിയിലാക്കാൻ കേന്ദ്രം വലിയ തരത്തിൽ ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഒക്കെ ഫലം, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉചിതമില്ലാത്ത, അതായത് ഒരു ക്രമവുമില്ലാത്ത കടമെടുപ്പും ചെലവഴിക്കലും, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ, അതായത് ഇന്ത്യയെ മുഴുവനും പ്രതിരോധത്തിലാക്കുമ്പോഴേക്കും പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ഫിനാൻസ് കമ്മീഷൻ്റെ അടി ഭയങ്കരമായിട്ട് കിട്ടിയത്. അതേസമയത്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പോപ്പുലേഷൻ പോളിസി കൊണ്ടുപോയി ഇപ്പോഴും നോക്കൂ, ബീഹാറിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്, UPയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം
ആ സംസ്ഥാനങ്ങളൊന്നും പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നയം ഫോളോ ചെയ്ത സംസ്ഥാനങ്ങളെ പണിഷ് ചെയ്യുകയും ആ നയം ഫോളോ ചെയ്യാത്ത സംസ്ഥാനങ്ങളെ ഇവിടുന്ന് എടുക്കുന്നത് അവർക്കാണ് കൊടുക്കുന്നത്. അയ്യോ അത് പാവം സംസ്ഥാനങ്ങളാണ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഫെഡറൽ പ്രിൻസിപ്പിൾസിൻ്റെ എന്താ പറയുക ഗളഹസ്തം നടത്തുന്ന തരത്തിലുള്ള ഫെഡറൽ ഫിസ്ക്കലിസമാണ് കേരളത്തിൻ്റെ കടക്കണിയിലേക്ക് കൊണ്ടുപോകാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓർക്കുക, കേരളത്തിനകത്ത് തന്നെയാണ് മേജർ റീസൺസ്. എന്താ അങ്ങനെ ഞാൻ പറയാൻ കാരണം കടക്കണിയിലേക്ക് പോകുന്നതിന്? കാരണം നമ്മുടെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് നടന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ അടി കിട്ടിയെന്ന്. അതിൽ നമ്മളെക്കാൾ കൂടുതൽ അടി കിട്ടിയത്, കുറഞ്ഞു പോയത് കർണാടകത്തിനാണ്. പക്ഷേ കർണാടകത്തിന് ഒരു ധനപ്രതിസന്ധിയില്ല, ആന്ധ്രയ്ക്കില്ല, എന്താണ് തമിഴ്നാടിനില്ല, അതുപോലെ തെലങ്കാനയ്ക്കില്ല. കേരളത്തിന് മാത്രമേ ധനപ്രതിസന്ധി ഉള്ളൂ. എന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ പ്രധാന കുറ്റവാളി കേരളം തന്നെ. മറ്റുള്ളവർക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവരാരും ധനപ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. അപ്പം കേരളം വകതിരിവില്ലാതെ കടമെടുത്ത് ചെലവഴിച്ച് പോകുന്നു. CAG അവസാനം പറഞ്ഞ കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ മാർച്ചിൽ അവതരിപ്പിച്ച പിന്നെ പബ്ലിഷ് ചെയ്ത അസംബ്ലിയിൽ വെച്ച CAG റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എടുത്തിരിക്കുന്ന കിഫ്ബി വഴി ഒക്കെ എടുത്തിരിക്കുന്ന കടത്തിൻ്റെ 54% 7 വർഷത്തിനകം അടച്ചു തീരണം. ആരടയ്ക്കും? സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കും. അപ്പോഴേക്കും സംസ്ഥാന ഗവൺമെൻറ് മിക്കവാറും, അതായത് ഇനി UDF ഗവൺമെൻറ് വന്നാൽ പോലും നിൽക്കക്കള്ളിയില്ലാത്ത കടത്തിൻ്റെ കയത്തിലാണ് സംസ്ഥാനം പെട്ടിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ CAG പറയുന്നുണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് 161 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അതിലെ നല്ല ഒരു ഭാഗവും ഒരു ലാഭവും ഉണ്ടാക്കാതെ നഷ്ടത്തിൽ ഓടുന്നവയാണ്. അവർക്കൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് എടുത്ത് ചെലവഴിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നിർത്തിക്കൂടെ? CAG നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നില്ല. നിർത്തിക്കൂടെ എന്ന് ചോദിക്കേണ്ടത് നമ്മളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ പൗരരാണ്. അതായത് വോട്ടർ ID കയ്യിലുള്ള പൗരജനങ്ങളാണ് പറയേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി പണം എടുത്താണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഗവൺമെൻറ് തീറ്റിപ്പോറ്റുന്നതും ശമ്പളം കൊടുക്കുന്നതും ഒക്കെ. അവർക്ക് കാര്യക്ഷമമായി പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനവരെ തീറ്റിപ്പോറ്റണം? ജനങ്ങളുടെ എന്താണ് നികുതി പണം എടുത്ത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളാണ് ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ടത്. ഗവൺമെൻറ്റിനോട് ചോദിക്കുക മാത്രമല്ല, നിങ്ങൾ ഇനി അധികാരത്തിലിരിക്കാൻ ഒരു തരത്തിലും എന്താ പറയുക അവകാശമില്ലാത്തവരാണ്, അർഹതയില്ലാത്തവരാണ് എന്ന് അടിവരയിട്ട് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ് ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിൻ്റെ കടത്തെപ്പറ്റി 6 ലക്ഷം കോടിയിലെത്തി നിൽക്കുകയാണ് കടം. ഇനി എത്രമാത്രം ഈ വർഷം അവസാനിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുത്ത വർഷം ഇലക്ഷൻ വരുമ്പോഴേക്കും കടത്തിലെത്തും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കേരളം കടക്കെണിയുടെ വക്കിലാണ്. എപ്പോഴാണ് അതിനകത്തേക്ക് പെട്ടുപോവുക എന്നറിഞ്ഞുകൂടാ. അപ്പോഴും നമ്മൾ ഓർക്കുക, എൻ്റെ കേരളം, അതുപോലെ കേരളീയം പോലെ എന്താ പറയുക നവകേരള സദസ്സ് പോലെ അതൊക്കെ ഈ ഖജനാവിലെ പണമെടുത്ത് മുടിച്ചതാണെന്ന് നമുക്കറിയാം. ഒരു പ്രയോജനവും ഈ സമൂഹത്തിന് ചെയ്യാത്ത പ്രക്രിയകളായിരുന്നു അതൊക്കെ. എന്നിട്ട് പോലും അതിനൊക്കെ ചെലവഴിച്ചു. ഇപ്പോൾ എൻ്റെ കേരളം പരിപാടി ഖജനാവ് കാലിയാണേ. അതായത് അവിടെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നില്ലേ? അതായത് ട്രഷറിയിൽ ട്രഷറിയിൽ ആരുടെ ക്യൂ ആണ്? കഴിഞ്ഞ വർഷം മുതലേ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചെക്കുകളുടെ ക്യൂ ആണ് കേട്ടോ, അല്ലാണ്ട് വ്യക്തികളുടെ ക്യൂ അല്ല. അത് ചെക്കുകൾ ഇട്ടിരിക്കുന്നത് കമ്പനികളാകാം, അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളാകാം, ആരുമാകാം. അതുപോലെ ഇപ്പോൾ ഈ അടുത്തിടെ 2 ആഴ്ച മുൻപ് നടന്ന ഒരു സംഭവം ഓർക്കുക. കേര പദ്ധതിക്ക് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കൃഷിയുടെ സമസ്ത വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്കിൽ നിന്നെടുത്ത വായ്പ, ആ വായ്പ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനകം കാർഷിക വകുപ്പിന് കൈമാറണമെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ നിബന്ധന. അത് വന്ന് 15-20 ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടും കാർഷിക വകുപ്പിന് കിട്ടിയില്ല. അങ്ങനെയാണ് ആ കാര്യം പുറത്തു വരുന്നത്. ഉടനെ പണം
വായ്പയായി തന്ന വേൾഡ് ബാങ്കിൻ്റെ ആൾക്കാർ കേരളത്തിൽ അന്വേഷിച്ചു വന്നു. അപ്പോൾ അത് വകമാറ്റി ചെലവഴിച്ചു. താമസിയാതെ ഞങ്ങൾ ആ വകുപ്പിന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ വകമാറ്റി ചെലവഴിക്കലും ധൂർത്തും ഇഷ്ടം പോലെ നടക്കുകയാണ്. മുഖം മിനുക്കൽ കേട്ടില്ലേ ഈ അടുത്ത ദിവസം പത്രങ്ങളിൽ വന്നത്? മുഖം മിനുക്കൽ. ആരുടെ മുഖമാണ് മിനുക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും അല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖമുണ്ടെങ്കിലല്ലേ മുഖ്യമന്ത്രി മിനുക്കാനൊക്കൂ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം ആർക്കെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്ന സ്തുതിപാഠകർക്ക് അത് തീർച്ചയായിട്ടും കാണുകയില്ല. പക്ഷേ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന പൗരജനങ്ങൾക്ക് അത് ഉണ്ടാകണം. അത് ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു നല്ല ഭരണം കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കടക്കണിയിലേക്ക് പോകും. നാം മാത്രമല്ല ആ കടത്തിൻ്റെ ഭാരം അനുഭവിക്കുക, നമ്മുടെ വരും തലമുറയും അതിൻ്റെ ഭാരം അനുഭവിക്കേണ്ടി വരും.